ഹായ് കൂട്ടുകാരെ, ഇന്ന് നല്ല അടിപൊളി കാഞ്ചീപുരം പട്ട് സാരി കണ്ടാലോ. വെറും പട്ട് സാരി അല്ല കേട്ടോ, ഇതെൻ്റെ വെഡ്ഡിങ് സാരിയാണ്. എൻ്റെ അച്ഛൻ എനിക്ക് എടുത്തത്. ഞാൻ ഉടുത്ത് പന്തലിലിറങ്ങിയ സാരി എങ്ങനെയുണ്ട്, ഇഷ്ടമായോ പറയണം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ കല്യാണ സാരി സാധാരണ വീട്ടിൽ നിന്ന് എടുത്തു തന്നെ സാരി എന്ന് എടുത്താണ് പന്തലിലിറങ്ങുക. പയ്യൻ തരുന്ന സാരി എന്ന് പറഞ്ഞാൽ പന്തലിൽ വെച്ച് തരും, അതുകൊടുത്ത് പയ്യൻ്റെ വീട്ടിലേക്ക് പോകും. പിന്നെ റിസപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ കാലത്തൊക്കെ അത് തന്നെയായിരിക്കും, റിസപ്ഷനൊക്കെ പങ്കെടുക്കുന്നത് ആ സാരി എടുത്തുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് സാരികളുടെ കാര്യം അന്നത്തെ കാലത്ത്. ഈ സാരിയുടെ ഒരു വെയിറ്റ് കണ്ടോ, എന്താല്ലേ വെയിറ്റ്. എൻ്റെ ഉള്ളിലേക്കൊക്കെ ഇതേപോലെ നിറച്ച് പ്രിൻ്റ് കേട്ടോ. അപ്പോൾ അന്നാണെങ്കിൽ ഞാനോ മെലിഞ്ഞിരിക്കുന്ന ചെറിയ പെൺകുട്ടിയാണ്. അപ്പോൾ ഇത് ഉടുപ്പിക്കാൻ വന്ന എൻ്റെ ഒരു കസിൻ, ഒരു ആൻറ്റി കേട്ടോ. കസിൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഒരു കസിൻ്റെ വൈഫ്. അപ്പോൾ ആ ആൻറ്റി പറയും, ഈശ്വര ശുഭ ഇത് എങ്ങനെ താങ്ങും ചേച്ചി എന്ന് ചോദിച്ചു അമ്മോട്, സാരിയുടെ വെയിറ്റ് കണ്ടിട്ട്. പക്ഷെ എങ്ങനെയോ അന്നത്തെ പ്രായത്തിൻ്റെ ഒക്കെ കൊണ്ടായിരിക്കും അങ്ങോട്ട് കൊടുത്തു. ഇവിടെ നിന്ന് എവിടം വരെ, തലശ്ശേരി വരെ എത്തണം കേട്ടോ അത് കൊടുത്ത്. പക്ഷേ അത് വേണ്ടി വന്നില്ല. കാരണം എന്താ, നമ്മുടെ ഈ സാരി തന്നെയാണ് നമ്മളെ രക്ഷിച്ചത്. കാരണം ഇവിടുന്ന് സുഖമായിട്ട് ഈ സാരി എടുത്തിട്ട് തലശ്ശേരിക്ക് പോകാൻ പറ്റി. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞല്ലോ, ഈ സാരി പന്തലിൽ തരും, അത് കഴിഞ്ഞിട്ട് നമ്മളിത് കൊടുത്തിട്ടാണ് നേരെ അങ്ങോട്ടേക്ക് വിട്ടടിച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ സാരി വെള്ളി കസവാണ്, മറ്റത് ഗോൾഡൻ കസവായിരുന്നു, ഇത് സിൽവർ കസവാണ്. നല്ല രസമുള്ള സാരിയായിരുന്നു രണ്ടും തന്നെ. അപ്പോൾ ഇത് ഒരു ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റി. കാരണം അത്രയും ദൂരമൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഹെവി സാരിയൊക്കെ കൊടുക്കാൻ വെച്ചാൽ എന്ത് ബുദ്ധിമുട്ടല്ലേ. ഏത് സാരി ഇഷ്ടമായെന്ന് പറയണേ, ലൈക്ക് അടിക്കാനും മറക്കല്ലേ.